സുഹൃത്തുക്കളെ 10 മിനിറ്റ്സ് മൂവിയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് പ്രദീപ് രംഗനാഥൻ അഭിനയിച്ച സൂപ്പർ ഹിറ്റായ ഡ്യൂഡ് എന്ന ചിത്രമാണ്. വെറും 10 മിനിറ്റ് കൊണ്ട് നോക്കാം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇതാണ് നമ്മുടെ കഥാനായകൻ അഗൻ. ഇവൻ അവന്റെ എക്സിന്റെ കല്യാണത്തിലേക്കാണ് വന്നിരിക്കുന്നത്. അവിടെ പോയിട്ട് അവളോട് ചോദിക്കുന്നു, നീ എന്നെ എന്തിനാണ് ബ്രേക്കപ്പ് ചെയ്ത് എന്ന്. പക്ഷെ അവൾ മറുപടി ഒന്നും പറയാതെ പോയപ്പോൾ തടയാൻ ശ്രമിച്ചപ്പോൾ അറിയാതെ ആ താലി അവന്റെ കയ്യിൽ വന്നു. അതിന്റെ പേരിൽ അവിടെ വലിയ ബഹളമായിരുന്നു. ഒടുവിൽ പോലീസ് വന്നവനെ പൊക്കിക്കൊണ്ടുപോയി. ശേഷം ഇതാണ് കഥാനായകൻ കുരൽ. ഇവൾ പോലീസ് സ്റ്റേഷനിൽ വന്ന് അവനെ വിളിക്കാൻ വന്നതാണ്. ഇവളുടെ അച്ഛൻ മിനിസ്റ്റർ ആയതുകൊണ്ട് തന്നെ അവനെ വിട്ടു. അഗന്റെ മാമന്റെ മോളാണ് ഇവൾ. ഇവിടെ മിനിസ്റ്ററുടെ വീട്ടിൽ ഇന്റർവ്യൂ എടുക്കുന്നതാണ്. അപ്പോൾ ഇയാൾക്ക് ഒരു സിസ്റ്റർ ഉള്ളതായും അവർ മരിച്ചുപോയെന്നും പറഞ്ഞ് വിഷമിക്കുന്നുണ്ട്. മരിച്ചുപോയ അനിയത്തിയുടെ ഓർമ്മയ്ക്കായിട്ട് മകൾക്ക് അവരുടെ പേര് തന്നെയാണ് വെച്ചിരിക്കുന്നത്, കുരൽ എന്ന്. പിന്നെ വേറൊരു അനിയത്തിയുമുണ്ട്. അവരുടെ മകനാണ് ഈ അഗൻ. ശേഷം ഇവിടെ അഗന്റെ അമ്മയ്ക്ക് അവരുടെ ചേട്ടനെ വില ദേഷ്യമാണ്. അവർ തമ്മിൽ മിണ്ടില്ല. ചെറുപ്പത്തിൽ എന്തോ ഇവരെ തല്ലി എന്ന് പറഞ്ഞിട്ട്. അഗന്റെ ജോലി എന്താണെന്ന് വെച്ചാൽ ഈ സർപ്രൈസ് കൊടുക്കുന്ന ജോലിയാണ്. അതായത് ഈ ലവ് പ്രൊപ്പോസൽ, ബർത്ത്ഡേ എന്നിങ്ങനെയൊക്കെ. കൂടെ കുരലും അവന്റെ ഫ്രണ്ടും പിന്നെ ഒരുപാട് ടീംസ് ഉണ്ട് അവർക്ക്. അങ്ങനെ ഒരു ദിവസം ട്രെയിനിൽ വെച്ച് അഗനും ടീമും ഒരു ക്ലയന്റിന് സർപ്രൈസ് കൊടുക്കാൻ വേണ്ടി നിൽക്കുകയാണ്. പക്ഷെ അപ്പോൾ സർപ്രൈസ് കിട്ടിയത് അഗനായിരുന്നു. അതായത് കുരൽ അവനെ പ്രൊപ്പോസ് ചെയ്യുന്നു, വിൽ യു മാരി മീ എന്ന്. ഇവനും സന്തോഷത്തോടെ സമ്മതിച്ചു. ശേഷം അന്ന് രാത്രി തന്നെ ഇവർ ബൈക്കിൽ പോയിക്കൊണ്ടിരിക്കുമ്പോൾ അഗൻ ബൈക്ക് നിർത്തിയിട്ട് അവളോട് ഒരു കാര്യം പറയുന്നു. അതായത്, ഞാൻ ചെറുപ്പം മുതലേ നിന്നെ ഫ്രണ്ടായിട്ടാണ് കണ്ടത്. എനിക്ക് നിന്നെ ഒരു ലവറായിട്ടോ ലൈഫ് പാർട്ട്ണറായിട്ടോ കാണാൻ കഴിയുന്നില്ല എന്ന് പറയുന്നു. പക്ഷെ കുരൽ അത് വിശ്വസിക്കുന്നില്ല. വെറുതെ പ്രാങ്ക് ചെയ്യണ്ട എന്ന് തള്ളിക്കളയുന്നു. ശേഷം അഗൻ അവളോട് സീരിയസ് ആയിട്ട് പറയുന്നു, എന്റെ പോയിന്റ് ഓഫ് വ്യൂല് ഫ്രണ്ട്ഷിപ്പ് വേറെ, ലവർ വേറെ. എനിക്ക് നിന്റെ മേലെ സീറോ ഫീലിങ്സ് ആണെന്ന് പറയുന്നു. ഇത് കേട്ടതും അവൾ കരഞ്ഞു. അഗൻ അവളെ വീട്ടിൽ കൊണ്ടാക്കുന്നു. അവൾ ചോദിക്കുന്നു, പിന്നെ എന്തിനാണ് ട്രെയിനിൽ വെച്ച് സമ്മതിച്ചതെന്ന്. അത്രയും പേരുടെ മുന്നിൽ ഞാൻ വേണ്ട എന്ന് പറഞ്ഞാൽ അത് നിനക്കാണ് അപമാനം എന്ന് പറയുന്നു. ശരി, നാളെ ഓഫീസിൽ കാണാമെന്ന് അഗൻ പറഞ്ഞപ്പോൾ, ഇല്ല, ഞാൻ ഇനി വരുന്നില്ല. എനിക്കിതൊക്കെ ഓവർകം ചെയ്തു വരാൻ കുറച്ച് ടൈം വേണം. ഞാൻ ഹയർ സ്റ്റഡീസിന് വേണ്ടി ബാംഗ്ലൂർ പോവാണെന്ന് പറഞ്ഞിട്ട് അവളും ബാംഗ്ലൂരിലേക്ക് പോകുന്നു. പക്ഷെ ഇവനാണെങ്കിൽ ഇവിടെ ജാളിയായിട്ട് ഗെയിമിംഗ് കളിച്ചുകൊണ്ടിരിക്കുന്നു. ഇവന്റെ ഫ്രണ്ട്സും കൂടെയുള്ളവരും എല്ലാവരും എന്തിനാ അവളെ റിജക്ട് ചെയ്തു എന്ന് ചീത്ത പറയുന്നുണ്ട്. ഒരു ദിവസം ഇവനും ഫ്രണ്ടും ബൈക്കിൽ പോയിക്കൊണ്ടിരിക്കുമ്പോൾ കാറിൽ ഇടിച്ച് വീണു. അപ്പോൾ ആ സെക്കൻഡിൽ അഗന്റെ മൈൻഡിൽ വന്നത് കുരലായിരുന്നു. അവന്റെ ഫ്രണ്ട് അവനെ വിളിക്കുമ്പോൾ അവൻ പെട്ടെന്ന് ഉണർന്നിട്ട് പറയുന്നു, ഞാൻ കുരളെ സ്നേഹിക്കുന്നു എന്ന്. അഗൻ അവന്റെ ഫ്രണ്ടിനോട് പറയുന്നുണ്ട്, മരിക്കാൻ പോണ ലാസ്റ്റ് സെക്കൻഡിൽ ബെസ്റ്റ് മൊമെന്റ്സ് വന്നിട്ട് പോകുമെന്ന് കേട്ടിട്ടുണ്ട്. ആ സമയത്ത് എനിക്ക് വന്നത് കുരളുടെ മുഖമായിരുന്നു എന്ന്. അഗൻ നേരെ അവന്റെ മാമന്റെ അടുത്ത് പോയി പറയുന്നു, അതായത് കുരളുടെ അച്ഛന്റെ അടുത്ത്. അയാൾക്കും വലിയ സന്തോഷമായി. അയാൾക്കുള്ള ടെൻഷൻ ഇനി അവരുടെ അനിയത്തി സമ്മതിക്കുമോ എന്നാണ്. അതായത് അഗന്റെ അമ്മ. അഗനും എങ്ങനെയോ അവരെ ബ്രെയിൻ വാഷ് ചെയ്ത് സമ്മതിപ്പിച്ചു. ശേഷം ഇവരുടെ കല്യാണത്തിലേക്കുള്ള ഒരുക്കങ്ങൾ നടക്കുന്നു. ശേഷം കല്യാണ ദിവസമായി. അവന്റെ ഫാമിലിയും ഇവനും പെണ്ണിന്റെ വീട്ടിലേക്ക് വരുന്നു. ഇവൻ നേരെ വന്ന് കുരലിന്റെ റൂമിലേക്കാണ് പോകുന്നത്. കഥക് തുറന്നതും അവളെ കിസ് ചെയ്യാനായിട്ട് പോകുന്നു. പക്ഷെ അവൾ അവനെ തള്ളിവിട്ട് എനിക്ക് ഈ കല്യാണത്തിൽ ഇഷ്ടമല്ല എന്ന് പറയുന്നു. നീ വെറുതെ പ്രാങ്ക് ചെയ്യണ്ട എന്ന് പറഞ്ഞപ്പോൾ ഫാനിൽ തൂക്കുകയറ് കണ്ടപ്പോൾ അവന് മനസ്സിലായി സത്യമാണെന്ന്. അവൻ സ്ട്രെയിറ്റ് ആയിട്ട് അവളോട് ചോദിക്കുന്നു, ആരാണ് ആ പയ്യനെന്ന്. അവളും പറയുന്നു, പാരി എന്ന ചെക്കനാണ്, കോളേജ് മേറ്റ് എന്ന്. അവൻ പ്രൊപ്പോസ് ചെയ്തു, പക്ഷെ ഞാൻ ഇതുവരെ ഒന്നും പറഞ്ഞിട്ടില്ല. അപ്പോഴാണ് അച്ഛൻ നമ്മുടെ കല്യാണ കാര്യം പറഞ്ഞത്. ഞാനും സമ്മതിച്ചിട്ട് ഇങ്ങോട്ട് വന്നു. പക്ഷെ എനിക്ക് കൺഫ്യൂഷൻ ആയിരിക്കുന്നു ആരെയാണ് ഞാൻ സ്നേഹിക്കുന്നു എന്ന്. അപ്പോൾ അവൻ അവൾക്കൊരു ടെസ്റ്റ് വെക്കുന്നു. ഞാൻ ചത്താൽ നീ എന്ത് ചെയ്യുമെന്ന് ചോദിച്ചപ്പോൾ അങ്ങനെയൊന്നും പറയല്ലേ എന്ന് പറഞ്ഞ് വായി പൊത്തുന്നു. ശരി, ആ ചെക്കൻ ചത്താൽ നീ എന്ത് ചെയ്യുമെന്ന് ചോദിച്ചപ്പോൾ അവൾ അവന്റെ കൊഞ്ഞികന്നെ ഒന്ന് അടിക്കുന്നു. അപ്പൊ തന്നെ അവൻ അവളോട് പറയുന്നു, നീ അവനെയാണ് സ്നേഹിക്കുന്നതെന്ന്. ഇവനാണെങ്കിൽ ബാത്റൂമിൽ പോയിട്ട് നല്ല കരച്ചിലായിരുന്നു. പെട്ടെന്ന് തന്നെ മുഖമൊക്കെ ഒന്ന് വാഷ് ചെയ്തിട്ട് പുറത്തു വരുന്നു. ശരി, നിന്റെ അച്ഛന്റെ അടുത്ത് പോയി പറയുമെന്ന് അവൻ പറയുന്നു. പക്ഷെ അവൾക്ക് ഒറ്റയ്ക്ക് പോയി പറയാൻ പേടിയായിരുന്നു. ശരി എന്ന് പറഞ്ഞ് ഇവൻ വീഡിയോ കോൾ ചെയ്ത് ഞാൻ കൂടെയുണ്ട് എന്ന് പറഞ്ഞ് പോകാൻ പറയുന്നു. അവൾ അച്ഛനോട് പറയുന്നുണ്ട്, ഞാൻ വേറൊരാളെ സ്നേഹിക്കുന്നു എന്ന്. അപ്പോൾ ഇദ്ദേഹം, ശരി, അവൻ ആരാണെന്ന് വരാൻ പറ. അഗന് പകരം അവനെ നിനക്ക് കല്യാണം കഴിച്ചു തരാമെന്ന് പറയുന്നു. ഇത് കേട്ടതും അഗന് ഒരു സെക്കൻഡ് നെട്ടിപ്പോയി. ഇവൾക്ക് നല്ല സന്തോഷമായിരുന്നു. ശേഷം ഇയാൾ ആ പയ്യന്റെ പേരൻസിനെ പറ്റി ചോദിക്കുന്നു. ഇവളും അവൻക്ക് ആരുമില്ല എന്നാണ് പറയുന്നത്. പക്ഷെ ഇയാൾക്ക് അതൊന്നും കുഴപ്പമില്ലായിരുന്നു. ശേഷം കാസ്റ്റ് എന്താണെന്ന് ചോദിക്കുന്നു. ഇവൾ നമ്മുടെ കാസ്റ്റ് അല്ല എന്ന് പറഞ്ഞതും ഇയാൾ പറ്റില്ല എന്ന് പറഞ്ഞു. അഗന്റെ കൂടെയാണ് കല്യാണം, രാത്രി റിസപ്ഷന് റെഡിയാകുക എന്ന് പറയുന്നു. അപ്പോൾ കുരൽ ദേഷ്യപ്പെട്ട് പറയുന്നു, നിങ്ങൾ നിർബന്ധിച്ചാൽ ഞാൻ നാളെ എല്ലാവരുടെ മുന്നിലും വെച്ച് പറയുമെന്ന് പറയുന്നു. അപ്പോഴാണ് ഇയാൾ പറയുന്നത്, മരിച്ചുപോയ എന്റെ അനിയത്തി ഉണ്ടല്ലോ, അവളെ കൊന്നത് ഞാനാണ്. ഇതുപോലെ താഴ്ന്ന ജാതിയിൽപ്പെട്ട ഒരുത്തനെ സ്നേഹിച്ചു. എത്ര പറഞ്ഞിട്ട് കേട്ടില്ല. അതുകൊണ്ട് ഞാൻ അവളെ കൊന്നു. അതുകൊണ്ടാണ് ഇപ്പോഴും അഗന്റെ അമ്മ എന്നോട് മിണ്ടാത്തത് എന്നും പറയുന്നുണ്ട്. പറഞ്ഞത് കേട്ടില്ലെങ്കിൽ നിന്നെയും കൊല്ലുമെന്ന് അവളെ പേടിപ്പിക്കുന്നുണ്ട്. അപ്പോൾ അഗൻ പെട്ടെന്ന് അങ്ങോട്ട് വന്ന് പ്രാങ്ക് ആണെന്ന് പറയുന്നു. ഇയാളും ഞാനും പ്രാങ്ക് ആണ് ചെയ്തതെന്ന് പറയുന്നു. ശേഷം ഇവിടെ അഗൻ കുരളോട് എന്താ പ്ലാൻ എന്ന് ചോദിക്കുമ്പോൾ പാരി ഇപ്പൊ വന്ന് എന്നെ കൂട്ടിയിട്ട് പോകുമെന്ന് പറയുന്നുണ്ട്. കുരളുടെ ലവർ പാരിയും അങ്ങോട്ട് വന്നു. അവളെ കൂട്ടിക്കൊണ്ട്
കൊണ്ടുപോകാൻ നിൽക്കുമ്പോഴാണ് ഇന്ത്യയിലുള്ള എല്ലാ മിനിസ്റ്റേഴ്സും ഇയാളുടെ ഫ്രണ്ടാണെന്ന് മനസ്സിലാവുന്നത്. അപ്പോൾ അവർ പേടിക്കുന്നു, ഇന്ത്യയിൽ എവിടെ പോയാലും പെടുമെന്ന്. അപ്പോൾ അകനോട് തന്നെ ഐഡിയ ചോദിക്കുന്നു. അപ്പോൾ തായ്ലൻഡിൽ പോകാൻ വിസ ആവശ്യമില്ല, അവിടെ പോകാമെന്ന് പറയുന്നു. ഓക്കെ, എല്ലാം സെറ്റ്. അകൻ മിഡ് നൈറ്റിൽ ഇവളെ എയർപോർട്ടിൽ കൊണ്ടുവിടാമെന്ന് പറയുന്നു. അപ്പോഴാണ് ഈ പാരി ചോദിക്കുന്നത്, பாஸ்போர்ட் இல்லைனாலும் ஃபாரின் போகலாமாண்ணா? അങ്ങനെയാണെങ്കിൽ ഇത് കേട്ടത് നല്ല ദേഷ്യം വന്ന് അവനെ തല്ലാനൊക്കെ പോയി. അപ്പോഴേക്കും പെണ്ണിനെയും ചെക്കനെയും റിസപ്ഷനിലേക്ക് താഴേക്ക് വരാൻ പറഞ്ഞു. ശേഷം അവർ റിസപ്ഷനിൽ ഒരുങ്ങി നിൽക്കുകയാണ്. അപ്പോൾ പാരി വന്നിട്ട് ഒരു ഐഡിയ പറയുന്നു. നാളെ കല്യാണം നടന്നില്ലെങ്കിൽ ഞങ്ങൾ രണ്ടുപേരും ചാകും. ഈ രാത്രി ഫോറിനും പോവാൻ പറ്റില്ല. അപ്പം മിണ്ടാതെ നിങ്ങൾ തന്നെ കല്യാണം കഴിക്കി. അതിനുശേഷം പാസ്പോർട്ട് വന്നതിന് ശേഷം ഞാനും അവളും കൂടി ഫോറിൻ പോകാമെന്ന് പറയുന്നു. അതായത് ഫേക്ക് ആയിട്ട് കല്യാണം കഴിക്കാൻ പറയുന്നു. ഇത് കേട്ടതും അകൻ ഒരു നിമിഷം നെട്ടിപ്പോയി. ഞാനൊന്നും ഈ മാനംകെട്ട പരിപാടിക്ക് നിൽക്കില്ല എന്ന് പറഞ്ഞ് അകൻ അവിടെ നിന്നും ദേഷ്യപ്പെട്ട് ഇറങ്ങിപ്പോയി. അപ്പോൾ കുരൽ പറയുന്നുണ്ട്, അകൻ ഒരിക്കലും എന്റെ ലൈഫ് റിസ്ക് ആക്കിയിട്ട് പോകില്ല എന്ന്. പക്ഷെ അകൻ പോയി. പക്ഷെ മനസ്സ് കേൾക്കാണ്ട് അവൻ അപ്പം തന്നെ തിരിച്ചു വരുന്നു. എനിക്ക് എന്റെ ലൈഫിനേക്കാളും നിന്റെ ജീവനാണ് വലുത് എന്ന് പറയുന്നു. ശേഷം അങ്ങനെ ഇവർ തമ്മിൽ കല്യാണവും കഴിയുന്നു. ഇവർ രണ്ടുപേരും തനിച്ചൊരു വീട്ടിലേക്കും പോകുന്നു. അപ്പോഴാണ് പാരി പാസ്പോർട്ട് റെഡിയായി എന്ന് പറഞ്ഞു വന്നത്. ട്രാവൽസിൽ പോയപ്പോൾ റിട്ടേൺ ടിക്കറ്റ് കമ്പൽസറി ആണെന്ന് പറയുന്നു. അല്ലെങ്കിൽ എന്തെങ്കിലും ജോബ് വിസയായിരിക്കണം. അകൻ എങ്ങനെയോ രണ്ടുപേർക്കും ലണ്ടനിൽ വിസ റെഡിയാക്കുന്നു. അങ്ങനെ 3 മാസത്തിന് ശേഷം ലണ്ടന് പോകാനുള്ള എംബസിയിൽ നിൽക്കുകയാണ്. പാരിക്ക് എങ്ങനെയോ അപ്രൂവ് ആയി കിട്ടി. പക്ഷെ കുരലിന് റിജക്റ്റ് ആയി. എന്താണ് റീസൺ എന്ന് വെച്ചാൽ ഇവൾ പ്രഗ്നന്റ് ആയിരിക്കുന്നു. ഇത് കേട്ടതും അകൻ നെട്ടിപ്പോയി. ശരി, ആ കുഞ്ഞിനെ അബോർട്ട് ചെയ്യാനായിട്ട് അകൻ പറയുന്നു. പക്ഷെ ഇവർ രണ്ടുപേർക്കും അത് ചെയ്യാനായിട്ട് ചെറിയൊരു വിഷമമുണ്ട്. ശരി, എങ്ങനെയോ അബോർട്ട് ചെയ്യാനായിട്ട് ഡോക്ടറുടെ അടുത്ത് പോയി. ഡോക്ടർ പറയുന്നു, ഇപ്പൊ അബോർട്ട് ചെയ്താൽ അടുത്ത പ്രാവശ്യം പ്രഗ്നൻസി ആവാനുള്ള ചാൻസ് വളരെ കുറവാണെന്ന് പറയുന്നു. അത് കേട്ടതും അവൻ വേണ്ട എന്ന് പറയുന്നു. പക്ഷെ കുരൽ അതൊന്നും കുഴപ്പമില്ല, ഞാൻ ആരെയും യൂസ് ചെയ്യാൻ താല്പര്യപ്പെടുന്നില്ല എന്ന് പറഞ്ഞ് അവൾ സമ്മതിക്കുന്നു. അപ്പോൾ അകൻ നേരെ അവളുടെ അച്ഛനേക്ക് വിളിച്ചു പറഞ്ഞു. മൂപ്പർ സന്തോഷത്തോടെ വന്ന് ഒരേ ആർഭാടമായിരുന്നു ഹോസ്പിറ്റലിൽ. അങ്ങനെ വീട്ടുകാരെല്ലാവരും അവളെ നല്ല കെയർ ചെയ്ത് നോക്കുന്നുണ്ട്. ഇവളും പാരിയും നല്ലപോലെ ടൈം സ്പെൻഡ് ചെയ്യുന്നുണ്ട്. അവർ സന്തോഷമായിരിക്കുന്നുണ്ട്. പക്ഷെ അകനാണെങ്കിൽ അവളുടെ മെമ്മറീസ് മാത്രമായിരുന്നു മനസ്സിൽ. അതിനുശേഷം അങ്ങനെ 6 മാസം കഴിയുന്നു. ഇവൾക്ക് പ്രസവ വേദനയെടുത്ത് ഹോസ്പിറ്റലിലേക്ക് വരുന്നു. സ്വന്തക്കാരും ബന്ധുക്കാരും എല്ലാവരും അവിടെ ഉണ്ടായിരുന്നു. നല്ല രീതിക്ക് കുഞ്ഞും ജനിച്ചു. ആൺകുഞ്ഞായിരുന്നു. എല്ലാവർക്കും നല്ല സന്തോഷമായിരുന്നു. സ്വന്തക്കാരൊക്കെ ഉള്ളത് കൊണ്ട് പാരി പുറത്തായിരുന്നു നിന്നത്. അതിവൻ നോട്ട് ചെയ്തിട്ട് എല്ലാരെയും പറഞ്ഞയച്ച് പാരിയെ അകത്തേക്ക് കൊണ്ടുവന്നു. കുഞ്ഞിനെയും കാണിച്ചു കൊടുത്ത് ഫോട്ടോ ഒക്കെ എടുത്തു. പിന്നീട് ശേഷം കുഞ്ഞിനെ കുളിപ്പിക്കുന്നതും കളിപ്പിക്കുന്നതും എല്ലാം ഇയാളായിരുന്നു. അതിനിടയിൽ ഇവൾക്ക് കാനഡ പോകാനുള്ള വിസയും അപ്രൂവ്ഡ് ആയി. കുഞ്ഞിന്റെ ഒരു ചടങ്ങുണ്ടായിരുന്നു അന്ന് രാത്രി. കുരൽ അകന്റെ ഫ്രണ്ടിനോട് പറയുകയാണ്, ഇന്ന് രാത്രി ഞങ്ങൾ കാനഡ പോവുകയാണെന്ന്. അപ്പോഴാണ് ഇവൻ അവളോട് പറയുന്നത്, ഇഷ്ടം പറയാൻ വന്നവനെ ജോക്കറാക്കി. നീ പോയിട്ട് ജോളിയായിരിക്കും. പക്ഷെ അവനെ ഇനി ആരാണ് കെട്ടുക? അവന്റെ ലൈഫേ സ്പോയിലായില്ലേ എന്ന് പറയുന്നു. കുരൽ അതോർത്ത് വിഷമിച്ച് കരയുന്നു. അകൻ ഇവളെ എയർപോർട്ടിലേക്ക് കൊണ്ടുവിടാനായിട്ട് പോകുമ്പോൾ പെട്ടെന്ന് അവള് പാസ്പോർട്ടും വിസയും കാറിൽ നിന്നും പുറത്തു കളഞ്ഞു. അവൾ പറയുന്നത്, എനിക്ക് നിന്നെ ഇങ്ങനെ വിട്ടിട്ട് പോകാൻ കഴിയില്ല. നിനക്കൊരു നല്ല ലൈഫ് പാർട്ണറെ ചേർത്ത് വെച്ചിട്ടേ പോകുള്ളൂ എന്ന് പറയുന്നു. അതിനുശേഷം ആദ്യം അവൾ ഇവനോട് ഡൈവേഴ്സ് പേപ്പറിൽ സൈൻ ഇടാൻ പറയുന്നു. ശേഷം ഒരുപാട് മാട്രിമോണി സൈറ്റിൽ ഇവന് വേണ്ടി പെണ്ണ് നോക്കുന്നു. പക്ഷേ സെക്കൻഡ് മാരേജ് ആയതുകൊണ്ട് തന്നെ ഒന്നും സെറ്റായില്ല. പക്ഷെ അകനാണെങ്കിൽ വേറൊരു പെണ്ണിനെ കല്യാണം കഴിക്കുന്നതിൽ താല്പര്യമേ ഇല്ല. അവസാനം ഇവരെ പറ്റി എല്ലാം അറിഞ്ഞ് ഒരു പെണ്ണിനെ കുരൽ കൂട്ടിയിട്ട് വരുന്നു. അത് വേറെ ആരുമായിരുന്നില്ല, ഇവരുടെ സർപ്രൈസ് കമ്പനിയിൽ ജോലി ചെയ്യുന്ന ഒരു പെൺകുട്ടിയായിരുന്നു. ഇവർ രണ്ടുപേരും സംസാരിക്കുന്നു. അപ്പോഴാണ് അറിഞ്ഞത് ഇത് അകൻ പറഞ്ഞു വെച്ച് സെറ്റ് ചെയ്ത പെണ്ണാണ്. എങ്ങനെയെങ്കിലും ഇവളെ കാനഡയിലേക്ക് പറഞ്ഞു വിടാമെന്ന് പറഞ്ഞിട്ട്. ഇത് ഓക്കെ എന്ന് പറഞ്ഞതും കുരൽ ടിക്കറ്റ് ഇടാനായിട്ട് പറയുന്നു. അപ്പോൾ ഡൈവേഴ്സിന് അപ്ലൈ ചെയ്ത കാര്യം മിനിസ്റ്ററിനെ എങ്ങനെയോ അറിയുന്നു. ഇവര് പോകാൻ നേരത്ത് കുഞ്ഞിനെ ഒന്ന് കാണണമെന്ന് പറഞ്ഞു വിളിക്കുന്നു. വന്ന പിന്നെ അവളോട് എന്താണ് ഇവിടെ നടക്കുന്നത്, എന്തിനാണ് ഡൈവേഴ്സ് അപ്ലൈ ചെയ്ത് എന്നൊക്കെ ചോദിക്കുന്നു. അപ്പോൾ പെട്ടെന്ന് അകൻ വന്ന് ഞാനാണ് ചെയ്യാൻ പറഞ്ഞതെന്ന് പറയുന്നു. എന്തിനാണെന്ന് ഇയാൾ ചോദിച്ചപ്പോൾ എനിക്കിവള് ബോറടിച്ചു അതുകൊണ്ടാണെന്ന് പറയുന്നു. ദേഷ്യം വന്ന് ഇയാൾ അവനെ ഷൂട്ട് ചെയ്യാനായിട്ട് തോക്കെടുക്കുന്നു. അപ്പോൾ കുരൽ സത്യം പറയാനായിട്ട് പോയി. അപ്പോൾ അകൻ അവളെ പിടിച്ചു വെച്ച് പറയുന്നു, സത്യം പറഞ്ഞാൽ അവൻ കുഞ്ഞിനെ കൊല്ലുമെന്ന്. ഇതറിഞ്ഞതും അവൾ മിണ്ടാതിരുന്നു. ഇയാൾ അവനെ തല്ലി ഓട്ടിക്കുന്നു. ശേഷം മിനിസ്റ്റർ ഇവളെ സമാധാനിപ്പിക്കുന്നു. നമ്മുടെ ജാതിയിൽ തന്നെ വേറൊരു പയ്യനെ നോക്കാമെന്നും പറയുന്നു. വേറെ കല്യാണം കഴിക്കാൻ ഡൈവേഴ്സ് തന്നെ അപ്ലൈ ചെയ്യണമെന്നില്ലല്ലോ, അവൻ ചത്താലും പറ്റുമല്ലോ എന്ന് പറഞ്ഞ് അകനെ കൊല്ലാനായിട്ട് ആളയക്കുന്നു. ഇവിടെ മിനിസ്റ്ററുടെ ആളുകളുമായിട്ട് ഫൈറ്റ് ആണ്. അപ്പോഴാണ് കുരൽ ഇയാളോട് എല്ലാ സത്യവും പറയുന്നത്. ഇത് കേട്ടതും അയാൾ പാരിയെ കൊല്ലാനായിട്ട് പറയുന്നു. ഇവരും പാരിയെ കൊല്ലാനായിട്ട് പോകുന്നു. പക്ഷെ അകനും അകന്റെ പിള്ളേരും അവരെ എല്ലാവരെയും അടിച്ചു ഓടിക്കുന്നു. ശേഷം മിനിസ്റ്റർ കുഞ്ഞിനെ കൊല്ലാനായിട്ട് എടുത്തിട്ട് പോകുന്നു. കുരൽ പെട്ടെന്ന് അകനെ വിളിച്ച് പറയുന്നുണ്ട്. കുഞ്ഞിനെ കൊല്ലാൻ നിൽക്കുമ്പോൾ പെട്ടെന്ന് ഇടിപൊട്ടിയതിൽ അയാൾക്ക് ഹാർട്ട് അറ്റാക്ക് വന്ന് അവിടെ തന്നെ കുഴഞ്ഞു വീണു. അടുത്തത് നേരെ നോക്കുമ്പോൾ ഇയാൾ ഹോസ്പിറ്റലിലാണ്. ഡോക്ടർ പറയുന്നു, ആരുമില്ലാത്ത സ്ഥലത്ത് ആ പിഞ്ചു കുഞ്ഞാണ് ഹൈവേ റോട്ടിലേക്ക് വന്നപ്പോൾ നിങ്ങളെ രക്ഷിക്കാൻ കഴിഞ്ഞത്. അതുകൊണ്ട് നിങ്ങളുടെ
പേരക്കുട്ടിക്ക് നന്ദി പറയൂ എന്ന് പറയുന്നു. ശേഷം മകൻ നോക്കുമ്പോൾ മിനിസ്റ്റർ കരഞ്ഞുകൊണ്ടിരിക്കുന്നു. അങ്ങനെ ഒരു വഴിയെ മിനിസ്റ്റർ നന്നായി ഭാര്യയെ തന്റെ മരുമകനായിട്ട് ഏറ്റെടുക്കുന്നു. അങ്ങനെ അവര് ഹാപ്പിയായി. മിനിസ്റ്റർ സ്വയം അനിയത്തിയെ കൊന്ന കേസിൽ സറണ്ടർ ആവുന്നു. ശേഷം മകന്റെ വീട്ടിൽ വെച്ച് ഈ പെൺകുട്ടി തന്നെ അവൻക്ക് സർപ്രൈസ് പ്രപ്പോസൽ ചെയ്യുന്നു. അങ്ങനെ ഇവിടെയും എല്ലാവരും ഹാപ്പിയായി. അങ്ങനെ ഇതോടെ ഈ മൂവി അവസാനിക്കുന്നു. ഇതുപോലുള്ള മൂവികൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.